സമൂഹമാധ്യമമായ വാട്സാപ്പ് സേവനങ്ങൾ മുടങ്ങി. വിവിധ രാജ്യങ്ങളിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിൽ തടസ്സം നേരിട്ടു. ഗ്രൂപ്പുകളിലേക്ക് സന്ദേശം അയക്കുന്നതിലും സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലുമാണ് തടസ്സം നേരിട്ടത്. പ്രജിൻ സി കണ്ണൻ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. പ്രജിൻ, ഗുഡ് ഈവനിംഗ്. ഇതിപ്പോൾ ഒട്ടേറെ ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത്. വിശദീകരണമുണ്ടോ? മെറ്റയുടെ വിശദീകരണമുണ്ടോ? രാവിലെ മുതൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു, ഗൂഗിൾ പേയിലൂടെയൊന്നും പണമടയ്ക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. ഗുഡ് ഈവനിങ് അനുജ. എന്തായാലും വാട്സാപ്പ് ഉപയോക്താക്കൾ ആശങ്കയിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 2-3 മണിക്കൂറായി പലയിടങ്ങളിലും ഈ രീതിയിലുള്ള തടസ്സം നേരിടുന്നുണ്ട്. വാട്സാപ്പ് സന്ദേശങ്ങൾ കൃത്യമായി അയക്കുന്നതിൽ പലർക്കും പല രീതിയിലാണ് ആ പ്രോബ്ലം അനുഭവപ്പെടുന്നത്. ആഗോളമായി ഇത് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്ന് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. ഒരു പക്ഷേ വാട്സാപ്പ് ഓപ്പൺ ആവുന്നില്ല എന്ന ഇഷ്യൂസ് ഒരുപാട് പേർ മുന്നോട്ട് വെക്കുന്നു. മറ്റു ചിലർക്ക് വാട്സാപ്പ് ആപ്പ് ഓപ്പൺ ആവുന്നുണ്ട്, പക്ഷേ അതിലേക്ക് മെസ്സേജുകൾ, പ്രത്യേകിച്ചും ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതിയാണ് മറ്റ് ഇടങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് 5:30 കൂടിയാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും എല്ലായിടങ്ങളിലുമായി ഈ പ്രശ്നങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ട്വിറ്ററിലും മറ്റ് ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്റുകൾ, അത് സ്ക്രീൻഷോട്ട് സഹിതം ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനോടകം മെറ്റ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ഇതൊരു സെർവർ ഡൗൺ ആയിരിക്കാം ഇതിന്റെ പ്രശ്നമെന്ന ചില കണക്കൂട്ടൽ മാത്രമാണ് ഈ നെറ്റിസൻസിന് നൽകുന്നത്. പക്ഷേ ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകേണ്ടത് മെറ്റയാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അനുജ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം, അത് ഈ UPI സേവനങ്ങളിൽ വന്നൊരു പ്രശ്നമാണ്. അതിന്ന് ഉച്ച കഴിഞ്ഞാണ് അത് അനുഭവപ്പെട്ടത്. അത് മറ്റൊരു ഇന്റർഫേസ് ആണ്, മറ്റൊരു ടെക്നോളജിയാണ്. ഈ പറയുന്ന പോലെ പേയ്മെന്റ് ഇന്റർഫേസ് ആണ് UPI എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന പോലെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്പുകൾ അതുമായി ബന്ധപ്പെട്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. പലർക്കും പണം അയക്കാൻ കഴിയാത്തത് വലിയ ഒരു ആശങ്കയ്ക്കിടയാക്കി ആ സമയത്ത്. പക്ഷേ പിന്നീട് അത് പരിഹരിക്കുക ചെയ്തു. പക്ഷേ ഇതിപ്പോൾ സമൂഹ മാധ്യമമായ വാട്സാപ്പിലാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അത് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ അത് എന്താണെന്ന് പറയേണ്ടത് മെറ്റയാണ്, പാരന്റ് കമ്പനിയായ. പക്ഷേ ഇതുവരെയും അതുണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് ശരിയാവുന്ന പ്രതീക്ഷയാണ് ഈ വാട്സാപ്പ് ഉപയോക്താക്കൾ പങ്കുവെക്കുന്നത്. കാരണം പല കമ്പനികളുടെയും പല ഓഫീസുകളുടെയും ഒക്കെ ഇപ്പോഴുള്ള സംവേദനം അല്ലെങ്കിൽ സന്ദേശം കൈമാറലൊക്കെ തന്നെ വാട്സാപ്പ് വഴിയാണ്. ഈ പ്രശ്നം കൊണ്ട് തന്നെ തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. അത് കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്ന് മെറ്റ ഇതിനോടകം വിശദീകരിക്കുന്നില്ല. ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണ്, അതൊരു പക്ഷേ ഒരു സെർവർ ഡൗൺ പ്രോബ്ലം ആയിരിക്കാം എന്നൊരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അനുജ, അതാണ് വാട്സാപ്പിൽ പലയിടങ്ങളിലും പ്രശ്നമുണ്ട്. അത് രാജ്യവ്യാപകമായുണ്ട്, വിവിധ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് വാട്സാപ്പ് തുറക്കാൻ പോലും കഴിയുന്നില്ല, മറ്റു ചിലർക്കാകട്ടെ ഗ്രൂപ്പുകളിലേക്ക് സന്ദേശം അയക്കാൻ കഴിയുന്നില്ല, സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലും തടസ്സമുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ ഇതുവരെ മെറ്റയുടെ ഭാഗത്തു നിന്ന് വിശദീകരണമില്ല. സാങ്കേതിക പ്രശ്നങ്ങളാകാം, എന്നാൽ അതുടൻ തന്നെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ജനത.